മഹാവീരന് 40 വയസ്സായിരുന്നു. എന്നിട്ടും അവന്റെ വിവാഹം നടന്നിരുന്നില്ല. കാരണം അവന് നല്ലൊരു ജോലിയില്ലായിരുന്നു. അവൻ പലയിടങ്ങളിലും ജോലി ചെയ്തു. എന്നാൽ അതൊന്നും അവന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആ ജോലികളെല്ലാം ഉപേക്ഷിച്ചു. അവനെ എല്ലാവരും മടിയൻ വീരൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. എന്തൊക്കെയുണ്ട് മടിയൻ വീര? എനിക്ക് സുഖം തന്നെയാണ് അമ്മാവ. താങ്കൾക്കോ? എനിക്ക് സുഖം തന്നെ. ജോലി എടുക്കുന്നുണ്ട്, കാശുണ്ടാക്കി നല്ല ഭക്ഷണവും കഴിക്കുന്നു. എന്റെ ജീവിതം നന്നായി തന്നെ പോകുന്നുണ്ട്. നിനക്ക് ജോലി എടുക്കുന്നതിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ഇല്ല അമ്മാവ. നിങ്ങൾക്കറിയാവുന്നതല്ലേ ഞാൻ എന്തൊക്കെ ജോലി ചെയ്ത് വേണ്ടെന്ന് വെച്ചെന്ന്. എന്താണെന്നറിയില്ല, എനിക്ക് ജോലി എടുക്കാനൊന്നും ഒരു താല്പര്യമില്ല. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. എടോ, ബിസിനസ് തുടങ്ങാനൊക്കെ ധാരാളം പണം ആവശ്യമുണ്ടെന്നറിയില്ലേ? നിന്റെ കയ്യിലാണെങ്കിൽ ഓട്ടക്കാലാണോ പോലുമില്ല. അങ്ങനെയൊന്നുമില്ല അമ്മാവാ. ഞാനേ ഈ പൈസ കുറച്ച് ആവശ്യമുള്ള ഒരു ബിസിനസ്സാ തുടങ്ങാൻ പോകുന്നേ, മനസ്സിലായോ? ശരി, ചെയ്തോ. ജോലി എടുക്കാൻ പറ്റാത്തവനാ, എന്നിട്ടാ ബിസിനസ് ചെയ്യാൻ പോകുന്നേ. ഇതെന്താ അലുവ കച്ചവടം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അമ്മാവാ. ഞാൻ പണിയെടുക്കാൻ പേടിക്കുന്ന ആളൊന്നുമല്ല. നിങ്ങൾ നോക്കിക്കോ, അടുത്ത് തന്നെ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നീയോ ബിസിനസ്സുകാരനോ? കാണാം നമുക്ക്. അയാൾ മഹാവീരനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എന്നാൽ മഹാവീരനെ ഇതൊന്നും ബാധിച്ചേയില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ കേട്ട് കേട്ട് അവന് ശീലമായിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നിരാശയുണ്ടാകുമായിരുന്നെങ്കിലും ഇപ്പോഴവന് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാലും അത് പോട്ടെ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. എന്നിട്ട് അവൻ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. എന്റെ ഭഗവാനെ, എപ്പോഴും എന്താ ഇങ്ങനെ? എന്ത് ചെയ്യാൻ നോക്കിയാലും അതെല്ലാം തോൽവിയിലാണല്ലോ അവസാനിക്കുന്നേ. പക്ഷെ ഭഗവാനെ, ഞാൻ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. ഒരു ദിവസം ഞാൻ എന്തെങ്കിലും വലിയ കാര്യം ചെയ്ത് കാണിക്കും. നോക്കിക്കോളൂ. മഹാവീരന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നുകൂടി. വിഗ്രഹങ്ങൾ കൊണ്ടു നടന്ന് വിറ്റാലോ എന്ന്. അതിനാണെങ്കിൽ പണം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ലോണിനായി അവൻ ബാങ്കിൽ പോയി. ഗുഡ് മോർണിംഗ് സർ. എന്റെ പേര് മഹാവീരൻ എന്നാ. ഞാൻ ദൈവങ്ങളുടെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്നൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിനായി എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. ശരി, പൈസയെല്ലാം തരാം. പക്ഷേ ബാങ്കിൽ കൊടുക്കാനായിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉദാഹരണത്തിന് ഭൂമിയോ അല്ലെങ്കിൽ വീടോ അങ്ങനെ എന്തെങ്കിലും? അത് സർ, എൻ്റെ കയ്യിൽ വീടോ സ്ഥലമോ ഒന്നുമില്ല. എടോ, സെക്യൂരിറ്റി ഇല്ലാതെ ഞാൻ താങ്കൾക്ക് ലോൺ എങ്ങനെ തരിക? പക്ഷേ സാർ, പണമെല്ലാം ഞാൻ വേഗം തിരിച്ചടച്ചോളാം. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് ബാങ്കാണ്, വട്ടപ്പലിശ കൊടുക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇവിടെ കുറച്ച് ചിട്ടവട്ടങ്ങളും നിയമമൊക്കെ ഉണ്ട്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്ക്. ശരി, കുഴപ്പമില്ല സാർ, നന്ദി. മഹാവീരൻ നിരാശനായി ബാങ്കിൽ നിന്നും പുറത്തേക്കിറങ്ങി. അയാൾക്ക് ആ വിഗ്രഹങ്ങൾ വാങ്ങാനുള്ള പണം എവിടുന്ന് കണ്ടെത്തുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് അയാൾ ഓർത്തത് ആ ഗ്രാമത്തിലെ ഒരു പലിശക്കാരനെ കുറിച്ച്. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളായിരുന്നു അത്. അയാളിൽ നിന്നും കുറച്ചു പണം പലിശയ്ക്ക് കടം വാങ്ങിയാലോ? അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ ആ പലിശക്കാരന്റെ വീട്ടിലേക്ക് നടന്നു. നമസ്കാരമുണ്ട് ചേട്ടാ. നമസ്കാരം നമസ്കാരം മടിയൻ വീര. എന്താ ഇവിടെ വന്നത്? അത് എനിക്ക് പണത്തിന്റെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു ബിസിനസ് തുടങ്ങാൻ. ഞാൻ പ്രതിമകളുടെ ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. വളരെ നല്ലത് തന്നെ. എന്താ, വിഗ്രഹങ്ങൾ എടുത്ത് പൂജ ചെയ്യാനുള്ള വല്ല പരിപാടിയാണോ? അല്ല അല്ല, ഒരു കടയായിട്ട് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള പരിപാടി ആലോചിച്ചത്. എത്ര പൈസ വേണോന്ന് ആഗ്രഹിക്കുന്നേ? അത് ഒരു 10,000 രൂപയുടെയും കാര്യം നടക്കും. നോക്കടോ, കാശ് എന്തായാലും നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷെ തന്ന കാശ് തിരിച്ചു തരുമെന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയാ തരാൻ പറ്റുക? പിന്നെ നിന്നെ പറ്റി കേൾക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നീ ഒരു പണിയും മര്യാദക്ക് പൂർത്തിയാക്കാറില്ലെന്ന. എല്ലാ പണിയും പകുതി ഇട്ടേച്ച് പോരോന്നു. നീ ഈ പണിയെങ്ങാനും പകുതി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നഷ്ടമായി പോയില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെല്ലാം എനിക്ക് കിട്ടിയ ജോലികളായിരുന്നില്ലേ? ഇതിപ്പോ ഞാൻ എന്റെ സ്വന്തം ബിസിനസ് അല്ലേ തുടങ്ങുന്നത്.
നിന്നിലൊരു വിശ്വാസം വരുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, വേറെ ഏതെങ്കിലും വാതിൽ പോയി മുട്ടി നോക്ക്. എന്നോട് ക്ഷമിച്ചേക്ക്. മഹാവീരന് അവിടെ നിന്നും വളരെയധികം നിരാശനായി ഇറങ്ങേണ്ടി വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവനൊരു രൂപവുമില്ലായിരുന്നു. ഇനി എന്തു ജോലി ചെയ്യുമെന്നും അറിയില്ല. ഇതെല്ലാം ആലോചിച്ച് അവൻ വീട്ടിലേക്ക് നടന്നു. അപ്പോഴവന് വല്ലാത്ത ക്ഷീണം തോന്നി. ആ ക്ഷീണം കൊണ്ട് തന്നെ അവന് വെള്ളം കുടിക്കാൻ തോന്നി. പക്ഷെ എവിടെയും വെള്ളം കിട്ടാനില്ല. അവനപ്പോ ഒരു കാര്യം മനസ്സിലാക്കി. ആരെങ്കിലും തനിക്ക് പണം തന്നിരുന്നെങ്കിൽ കൂടി ഇവിടെങ്ങും വെള്ളം കിട്ടാനില്ല. വീട്ടിലെത്തിയിട്ടും അവന്റെ മനസ്സിൽ ഇതായിരുന്നു ചിന്ത. അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഞാൻ ഇനി വെള്ളം വിൽക്കാൻ പോകുന്നു. പിറ്റേന്ന് മുതൽ അവൻ കുടിവെള്ളം വിൽക്കാൻ തുടങ്ങി. വെള്ളം വേണോ? വെള്ളം വെള്ളം വേണോ? നല്ല തെളിഞ്ഞ ശുദ്ധമായ കുടിവെള്ളം. ഈ മടിയും വീരനെന്താ വെള്ളം വിൽക്കാനായിട്ട് വട്ടുണ്ടോ? വെള്ളമൊക്കെ ആരെങ്കിലും വാങ്ങിച്ചു കുടിക്കുന്നതാണോ? എനിക്ക് തോന്നുന്നത് വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് മടിയം വീരനെ വട്ടായി പോയിന്ന് തന്നെയാ. വെള്ളം വേണോ? വെള്ളം വെള്ളം നല്ല ശുദ്ധമായ മധുരമുള്ള വെള്ളം. അപ്പോൾ കുറച്ച് യാത്രക്കാർ അതുവഴി പോവുകയായിരുന്നു. ആ സമയത്തെ ചൂട് കാരണം അവർക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അവർ മഹാവീരന്റെ അടുത്തേക്ക് ചെന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിന് എത്രയാ ചേട്ടാ? 5 രൂപയുള്ളൂ. ഒരു ഗ്ലാസ് എടുത്തേ നോക്കട്ടെ. പിടിച്ചോളൂ. ചേട്ടാ, ഒരു ഗ്ലാസ് എനിക്കും തന്നേ. തീർച്ചയായും, നിങ്ങളും കുടിച്ചു നോക്കിക്കോ. ഇതാ നിങ്ങളുടെ പണം. നന്ദി. ആ ദിവസം മഹാവീരൻ 50 രൂപയുടെ വെള്ളം വിറ്റു. പിന്നീട് അവൻ കടയിൽ പോയി 1/2 ലിറ്ററിന്റെ കുറച്ച് ബോട്ടിലുകൾ വാങ്ങിക്കൊണ്ടുവന്നു. പിറ്റേന്ന് മുതൽ കുപ്പിയിൽ വെള്ളം നിറച്ച് വിൽക്കുവാൻ തുടങ്ങി. വെള്ളം വേണോ? വെള്ളം നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം. വെള്ളം വേണോ? വെള്ളം നല്ല നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം. ഇന്നും ചില യാത്രക്കാർ വെള്ളത്തിന്റെ ബോട്ടിലുകൾ അവനിൽ നിന്നും വാങ്ങിച്ചു. അവന്റെ കച്ചവടം നന്നായപ്പോ വേറെ 2 ജോലിക്കാരെ കൂടെ ചേർത്ത് അവൻ കച്ചവടം തുടർന്നു. 3 ആളും ഒരുമിച്ച് കുപ്പിയിൽ വെള്ളം നിറച്ച് വിൽക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ കച്ചവടം മെച്ചപ്പെട്ടു. ഇപ്പൊ ഏതൊരു യാത്രക്കാരനും ആ വഴി പോകുമ്പോ മഹാവീരന്റെ വെള്ളത്തിന്റെ കുപ്പികൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ മിച്ചം വന്ന കാശുകൊണ്ട് മഹാവീരൻ ഒരു ഗോഡൌൺ കൂടെ വാങ്ങിച്ചു. അവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടാക്കാനും തുടങ്ങി. അതിൽ വെള്ളം ഒഴിച്ചു നിറച്ച് വിൽക്കാനും തുടങ്ങി. ആ വെള്ളത്തിന്റെ ബോട്ടിലുകൾ ബിസ്ലറി എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. വെള്ളം കുപ്പിയിലാക്കി വിൽക്കാനുള്ള അവന്റെ ഐഡിയ ഫലിച്ചു. നഗരം മുഴുവൻ ഇപ്പോ അവന്റെ പേരിൽ ബിസ്ലറി എന്ന് ചേർത്താണ് അറിയപ്പെടുന്നത്. ഇന്നലെ വരെ ഒന്നുമില്ലാതിരുന്ന അവന്റെ കീഴിൽ ജോലി ചെയ്യാനായി നാട്ടിലുള്ള പല ആൾക്കാരും വന്നു തുടങ്ങി. ആ വന്നവരുടെ കൂട്ടത്തിൽ തന്നെ മടിയൻ വീരനെന്ന് കളിയാക്കിയിരുന്ന പലരെയും അവന് കാണാൻ സാധിച്ചു. അവന്റെ തലയിൽ ഉദിച്ച ഈ ബോട്ടിൽ വാട്ടർ ലോകം മുഴുവൻ ബിസ്ലറി എന്ന് അറിയപ്പെടാനും തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ മഹാവീരൻ ഒരു ധനികനായി മാറി. നോക്കൂ, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും തോറ്റു പിന്മാറരുത്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായും അതിന് ഫലം ലഭിക്കും.